ഹായ് ഫ്രണ്ട്സ്, വിനീസ് വളരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ഓളിനെല്ലാം കൂടി എനേബിൾ ആക്കിയാൽ മാത്രമേ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് തേൻ നെല്ലിക്ക എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അതിനായിട്ടൊരു 13 നെല്ലിക്ക എടുത്തിട്ട് നമ്മൾ സ്റ്റീമറിൽ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആവി കയറ്റി കൊടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതൊന്ന് ആറിക്കഴിയുമ്പോൾ ഇതിനൊന്ന് ഫോക്ക് കൊണ്ട് കുത്തി കൊടുക്കാം. ഈ മധുരം മുഴുവൻ ഉള്ളിലേക്ക് വലിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യണത്. നല്ല മൂത്ത നെല്ലിക്കയാണ് നമുക്കിതിന് വേണ്ടത്. അതായത് അതിനൊരു ലൈറ്റ് പച്ച കളർ ഉണ്ടാവും. നമ്മളിങ്ങനെ ആവി കയറ്റണത് തന്നെ ഇതിലുള്ള ഒരു കുറച്ച് കയ്പുണ്ടാവുമല്ലോ, അത് കളയാൻ വേണ്ടിയാണ്. അപ്പം നല്ല ഡാർക്ക് പച്ച കളറുള്ള നെല്ലിക്ക എടുക്കുവാണെങ്കിൽ, അതായത് വിളയാത്ത നെല്ലിക്ക എടുക്കുവാണെങ്കിൽ അതിന് കയ്പ് കൂടുതലായിരിക്കും. ഇനി നമ്മളൊരു ഫ്രൈ പാനിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തേക്കണത്, അതായത് 12 ടേബിൾ സ്പൂൺ പഞ്ചസാര. അതിൻ്റെ മുകളിൽ നമ്മൾ ആവി കയറ്റിയ നെല്ലിക്ക നിരത്തി കൊടുക്കുകയാണ്. ഇതിൻ്റെ മീതയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് 1 കപ്പ് ശർക്കര നീരാണ്. അത് നമ്മൾ കുറച്ച് ശർക്കര എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം എടുത്ത് ഉരുക്കിയിട്ട് അതൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള സിറപ്പാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ നെല്ലിക്കയുടെ കയ്പ് പോകാനുള്ള അത്രയും മധുരം നമ്മൾ ഇട്ട് കൊടുക്കണം, എന്നാലേ ഇത് നല്ല തേൻ നെല്ലിക്കയായിട്ട് വരുള്ളൂ. ഇപ്പോൾ നമ്മൾ 1 കപ്പ് ശർക്കര നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 2 പട്ട, 4 ഗ്രാമ്പൂ, 2 ഏലക്ക, ഇത്രയും സാധനങ്ങളാണ്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. നമുക്ക് ഇതിനെ ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത്, കാരണം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലല്ലോ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഇതിപ്പോൾ 12 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. വീണ്ടും അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഈ നെല്ലിക്കയുടെ കളറ് മാറി വരണവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. വേണ്ട, നന്നായിട്ട് പതഞ്ഞ് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നെല്ലിക്കയുടെ കളറ് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പകുതി നാരങ്ങയുടെ നീരാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. കാരണം ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചസാര ക്രിസ്റ്റൽ ആവണേന് ഈ നാരങ്ങ നീര് തടയും. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പുളി ഉണ്ടാവും, അത് 2 ദിവസം കൊണ്ടത് മാറിക്കിട്ടും. നെല്ലിക്കയിൽ അയൺ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അനീമിക്കായിട്ടുള്ള ആൾക്കാർ ഇത് കഴിക്കുകയാണെങ്കിൽ, ഓരോ ദിവസം ഓരോന്നെങ്കിലും വെച്ച് കഴിക്കുകയാണെങ്കിൽ അവരുടെ വിളർച്ചയൊക്കെ മാറിക്കിട്ടും. അതായത് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടും. കുട്ടികൾക്ക് ഇതുകൊണ്ട് അരിഷ്ടമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരുടെ ബുദ്ധിശക്തിനെ തന്നെ ഇത് വർദ്ധിപ്പിക്കും. ഇപ്പോൾ നെല്ലിക്ക ഇവിടെ ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ ഉള്ളതിനേക്കാളും നല്ല കളറായി വന്നിട്ടുണ്ട്, ഒന്ന് ആറി വന്നപ്പോൾ. ഇനി ഇതൊരു 2-3 ദിവസം കഴിയുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ആറിക്കഴിയുമ്പോൾ കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ഒഴിച്ചു കൊടുക്കണില്ല. ഇത് ഇൻസ്റ്റൻറ്റ് തേൻ നെല്ലിക്കയാണ്. മറ്റേത് 45 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടൊക്കെ അത് ആയി വരുള്ളൂ. ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.